പുതിയ അധ്യയന വർഷം ആരംഭിക്കുകയാണ്. ഞങ്ങൾ മോട്ടോർ വാഹന വകുപ്പ് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കൊണ്ടുപോകുന്ന സ്കൂൾ ബസ്സുകൾ പരിശോധിക്കുന്ന തിരക്കിലാണ്. നിങ്ങളുടെ വീട്ടുപടിക്കലെത്തുന്ന ഈ വാഹനങ്ങൾ നിങ്ങൾക്കും പരിശോധിക്കാവുന്നതാണ്. പോലീസ്, ഫയർഫോഴ്സ്, ആംബുലൻസ്, ചൈൽഡ് ഹെൽപ്പ് ലൈൻ ഇവരുടെ നമ്പറും ശരിയായി രേഖപ്പെടുത്തേണ്ടതാണ്. സ്കൂൾ ബസിന്റെ ഡോറിന്റെ എണ്ണത്തിനനുസരിച്ചുള്ള അറ്റൻഡർമാർ ബസ്സിലുണ്ടായിരിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മുടെ കൈകളിൽ നിന്നും സുരക്ഷിതമായി ബസ്സിൽ എത്തിക്കേണ്ടതും തിരിച്ച് സുരക്ഷിതമായി നമ്മുടെ കയ്യിൽ എത്തിക്കേണ്ടതും ഈ അറ്റൻഡർമാരുടെ കടമയാണ്. കൂടാതെ ബസ് ഡ്രൈവർമാർക്ക് വണ്ടി പുറമോട്ട് മുന്നോട്ട് എടുക്കാനുള്ള നിർദ്ദേശം നൽകേണ്ടതും ഈ അറ്റൻഡർമാരുടെ കടമയാണ്. നമ്മുടെ കുട്ടികളെ കൊണ്ടുവരുന്ന വാഹനങ്ങളുടെ സ്കൂൾ ബസിന്റെ ടയറുകൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കൂടി ഒന്ന് നോക്കണം. എല്ലാ വാഹനത്തിനും നിർബന്ധമായി ഫയർ എക്സ്റ്റിംഗ്വിഷർ ഉണ്ടായിരിക്കണം. കൂടാതെ തന്നെ നിർബന്ധമായി ഫസ്റ്റ് എയ്ഡ് കിറ്റ് വാഹനത്തിലുണ്ടായിരിക്കണം. സ്കൂൾ ബസ്സുകളുടെ പരമാവധി വേഗത മണിക്കൂറിൽ 50 കിലോമീറ്ററായി നിജപ്പെടുത്തിയിട്ടുണ്ട്. അതിനുവേണ്ട സ്പീഡ് ലിമിറ്റർ ഡിവൈസുകളും വാഹനത്തിന്റെ ലൊക്കേഷൻ അറിയാനുള്ള VLTS ഡിവൈസുകളും വാഹനത്തിലുണ്ടോ എന്ന് പരിശോധിക്കുന്നത് നല്ലതായിരിക്കും. എല്ലാ വാഹനങ്ങളിലും എമർജൻസി എക്സിറ്റ് ഉണ്ടായിരിക്കുന്നതാണ്. അതിന്റെ അകത്തും പുറത്തും എമർജൻസി എക്സിറ്റ് എന്ന് ക്ലിയർ ആയിട്ട് രേഖപ്പെടുത്തുന്നത്. ഒരു സ്കൂൾ ബസ് ഡ്രൈവറുടെ യൂണിഫോമാണ് വെള്ള ഷർട്ട്, കറുത്ത പാന്റ്. രക്ഷകർത്താക്കൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. സ്കൂൾ വാഹനങ്ങളിൽ യാതൊരു കാരണവശാലും കുട്ടികളെ നിർത്തിക്കൊണ്ടു പോകാൻ പാടുള്ളതല്ല. വാഹനത്തിന്റെ സീറ്റിംഗ് കപ്പാസിറ്റിക്ക് അനുസൃതമായ രീതിയിൽ മാത്രമേ കുട്ടികളെ ഇതിൽ കയറ്റാവുള്ളൂ. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കാവലായി MVD ഒപ്പമുണ്ട് എപ്പോഴും.